അങ്ങോട്ട് കൊടുത്തതെന്തും അതേ അളവിൽ നമുക്ക് മടക്കി കിട്ടുന്നുണ്ട്. അതിങ്ങനെ കൃത്യം നോക്കി നിന്നാൽ ശരിയാവില്ല. ഒടുവിൽ അത് കറക്റ്റായിരിക്കും. 1 രൂപ വെച്ചിട്ട് ഒരാൾ പലതവണ വന്നിട്ടുണ്ടെങ്കിൽ ഒടുവിൽ 1 ലക്ഷം നമ്മൾ ഒരുമിച്ച് മടക്കി കൊടുക്കുന്ന മാതിരി. അത് ഈ 1 രൂപ ദിവസേന ഇങ്ങോട്ട് തരുന്നത് മാത്രമേ ബാക്കിയുള്ളവർ കാണുന്നുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ. കൊടുക്കുന്നത് മടക്കി കിട്ടും. മാറ്റിനി കാണാൻ പോവുകയാണ്. അപ്പോ സിനിമ തുടങ്ങേണ്ട നേരമായി. ധൃതി പോകുമ്പോ അവിടെ ഒരു അടി നടക്കുന്നു. ഈ അടി നോക്കിക്കൊണ്ട് നിന്നാൽ ശരിയാവില്ല. സിനിമ കാണാൻ പോവുകയാണ്. സിനിമയിലും അടിയാണല്ലോ ഉണ്ടാവുന്നത്. ആ സിനിമയിൽ അടി ഉണ്ടാവുന്നുണ്ട്, ഇതും ഒറിജിനൽ അടിയാ. അപ്പൊ ഒറിജിനൽ അടി കാണാൻ വേണ്ടി, സിനിമ വേണ്ട വേണ്ടി ഇത് ഒറിജിനൽ അടി നോക്കാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? ഓരോ അടിക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട്. അടിയും വഴക്കും ബാക്കിയുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. വഴക്ക് കണ്ട ഒരു അടിക്കൊരു ക്ലൈമാക്സ് ഉണ്ട്. നിരത്ത് വെക്കൽ അടി ഉണ്ടായാൽ അടിക്കൊരു ക്ലൈമാക്സ് ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ താഴെ വീഴും, അവൻ നിരപരാധിയാവും. ആകെ താൽക്കാലിക ക്ലൈമാക്സ്. പിന്നെ പോലീസ് കേസായി. ആ പോലീസ് കേസ് കഴിഞ്ഞിട്ട് ഒരു കോടതി തോറ്റു, രണ്ടാമത്തെ കോടതി, മൂന്നാമത്തെ കോടതി. 40 കൊല്ലം കഴിയുമ്പോഴാണ് എന്തെങ്കിലും ശിക്ഷ കിട്ടിയാലായി. അതേ സമയത്ത് സിനിമയിൽ അടി നടന്നാൽ അതിന്റെ റിയാക്ഷൻ ആ സിനിമ തീരുന്നതിന് മുമ്പ് കാണാം. സിനിമയിലൊരു പ്രശ്നം വന്ന ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ വേറെ സിനിമയിലല്ല, ക്ലൈമാക്സിന് മുമ്പ് അനുഭവിക്കും ഓരോരുത്തരും. ബാലങ്കൻ നായരെ ഓരോന്നും കൂടെ നീ ഇങ്ങനെ ചെയ്തില്ലേ എന്നുകൊണ്ട് പൂഷണ രംഗെടുക്കുക. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ. അതെ, ബാലേട്ടൻ ചെയ്താ, എന്നാൽ പറയണ്ടോ ആദ്യം. സിനിമയിൽ അപ്പൊ തന്നെ കാണാം. ജീവിതത്തിൽ കാണുക എങ്ങനെയാ? വേറൊരാളുടെ കുട്ടിയോട് അയാൾ മോശം പെരുമാറി, അയാൾക്കൊരു മകൻ വലുതായി വരുന്നുണ്ടല്ലോ, അവൻ കാണിച്ചു കൊടുക്കും. നമുക്ക് കാണാൻ യോഗമൊന്നും ഉണ്ടാവില്ല, കാണിച്ചു കൊടുക്കുകയായിരിക്കും. ജീവിതത്തിൽ കോപിക്കുക എന്നുള്ളൊരു ശീലം ആയവരുണ്ട്. കോപത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. അയ്യോ, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിചാരം എന്താ? രണ്ടും വെവ്വേറെയാണ്. മകനോട് കോപിച്ചു, ഒരാഴ്ച കഴിഞ്ഞിട്ട് കോപം എന്തായി? പിന്നെ കോപിക്കുക. രാവിലെ വന്ന് വൈകുന്നേരം വരെ മകനോട് കോപം, പിറ്റേ ദിവസവും കോപം. ഒരു പരിധി കഴിഞ്ഞാൽ കോപം മാറിയിട്ട് ദുഃഖമായിട്ട് മാറും. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യോഗം എങ്ങനെയാണ്? ഇന്ന സ്ഥലത്ത് ഇന്നൊരാൾക്കുണ്ടായില്ല, അയാളുടെ മകൻ എങ്ങനെയല്ലേ ചെയ്തു? കോപത്തിനെ നമ്മൾ ദുഃഖത്തിലേക്ക് മാറ്റും. നിത്യജീവിതത്തിൽ പലപ്പോഴും സമയത്തിന് വണ്ടി വരാതെ നമുക്കൊരു ഹർത്താൽ, നമുക്കൊരു തടസ്സം ഉണ്ടാക്കുമ്പോഴൊക്കെ കോപം വരും. മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടാണോ ഹർത്താൽ നടത്തുക എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഹർത്താലുകാർ വന്നിട്ട് തല്ലും ചെയ്യും ചിലപ്പോ. അപ്പൊ കോപത്തെ എങ്ങോട്ട് മാറ്റി അറിയോ? ദുഃഖാക്കി മാറ്റി. നമ്മുടെ യോഗം എങ്ങനെയാണ്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ തോന്നിയാസൊക്കെ നടക്കും. ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരോട് പറയാൻ?
ഏത് കോപവും ദുഃഖവും ഉണ്ടാക്കും. ദുഃഖം മനസ്സിൽ കുറെ രൂപപ്പെടുമ്പോ എന്താവുന്നത് നിരാശയായിട്ട് മാറും. ആദ്യം കുറെ കാലം കോപിച്ചു, പിന്നെ ദുഃഖം ഉണ്ടായി. പിന്നെ ഈ ദുഃഖത്തിനെയും പിടിച്ചിരുത്താൻ പറ്റില്ല. അത് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. രാവിലെ വൈകുന്നേരം വരെ ദുഃഖം, പിറ്റേ ദിവസം നേരം വിളിച്ചാകുമ്പോൾ വൈകുന്നേരം വരെ ദുഃഖം. അപ്പോഴാണ് നിരാശ. അധികാരോടും പറയില്ല, നിന്റെ യോഗം എങ്ങനെ നിരാശയിലേക്ക് കടന്നു. ഇനി ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരണമെങ്കിൽ ഒരു കാര്യം കൂടി വരണം. നിരന്തരം നാം ക്ഷോഭിച്ചിട്ടുണ്ട്. ആരും. ഞാൻ ദേഷ്യപ്പെടൽ ഈയിടെ ഒന്ന് കുറവാന്നേ ഉള്ളൂ. ഇല്ല, എന്നാലും എനിക്ക് പൊതുവെ ദേഷ്യം കുറവായിരുന്നു കേട്ടോ. ഇല്ലാത്തുണ്ട് പറഞ്ഞോണ്ട്. എന്നാലും മനുഷ്യസഹജമായിട്ടുള്ള ദേഷ്യമൊക്കെ ഒരു 20 വയസ്സ് വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ദുഃഖമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെയോ ദുഃഖിച്ചുകൊണ്ടും കാര്യമില്ല, നിരാശനായിട്ട് നടന്നിട്ടുണ്ട്. ചില അവസരത്തിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി മുന്നോട്ട് പോകണമെന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. ഒരാളിപ്പോ ഭാര്യയോട് പറഞ്ഞത്ര ഒന്ന് കൊന്നു തരുമോ, അത് പറഞ്ഞു പോവും. ആദ്യം ക്ഷോഭം വരും, വേദന കൊണ്ട് ക്ഷോഭം വരും, പിന്നീട് അത് ദുഃഖത്തിലേക്ക് മാറി എന്താ ചെയ്യാന്ന്, പിന്നെ നിരാശയായി ഇനി മുന്നോട്ട് പോകണ്ടാണ്. നാം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് ഇത് മൂന്നും കൊടുത്തുകൊണ്ടിരിക്കണു. നല്ലപോലെ ചോദിച്ചാൽ ആലോചിച്ചാൽ ശരിയല്ലേ? ഈ ലോകത്തിനോട് എത്ര തവണ നമ്മളിപ്പോ ക്ഷോഭിച്ചു, നാം എത്ര ദുഃഖിച്ചു, നാം എത്ര നിരാശനായി നടന്നു. ഇത് മുഴുവൻ നമ്മൾ പങ്കിട്ട് ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു 10,000 കോപം, 20,000 ദുഃഖം, 30,000 നിരാശ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഒരാളുടെ കയ്യിൽ നമ്മൾ ഒരു ദിവസം 1 റുപ്യ വെച്ചും, വേറെ ആൾക്ക് 5 റുപ്യ വെച്ചും, മറ്റൊരാൾക്ക് 100 റുപ്യം വെച്ചും കൊടുത്തു. ജീവിതത്തിലൊരു നിമിഷത്തില് ഇതെല്ലാം കൂടി നമുക്ക് മടക്കി കിട്ടും. 1 റുപ്യ കൊടുത്ത ആള് പലിശ സഹിതം ആ തുക 5 റുപ്യ ദിവസേന കൊടുക്കുമ്പോൾ അത് കിട്ടിയ ആള് 100 റുപ്യ കൊടുത്ത ആള് താരതമ്യേന വലിയ തുകയും നമുക്ക് തെരുമാതിരി ആകർഷിച്ചു വരുത്തുന്നു. ഇത് മൂന്നും കൂടി ഒരുമിച്ച് കിട്ടുന്ന അവസരങ്ങൾ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ് അവിചാരിതമായിട്ടുള്ള അപകടങ്ങൾ. ഇതുവരെ അങ്ങോട്ട് കൊടുത്തൊക്കെ തിരിച്ചു കിട്ടി. ഈ ലോകത്തിനാണല്ലോ നിങ്ങൾ കോപം കൊടുത്തത്. നിങ്ങൾ ക്ഷോഭിച്ചു കോപിച്ചു എന്ന് പറഞ്ഞാൽ ആരോടാ? ഈ ലോകത്തിനോട്. ലോകം അത് മടക്കി തരും. നിങ്ങൾ ദുഃഖിച്ചു എന്ന് പറയുന്നത് ആരോടാ? ആത്യന്തികമായ ദുഃഖം താങ്ങുന്ന ആരാ? പ്രകൃതിയും പഞ്ചഭൂതങ്ങളും. നിങ്ങളുടെ നിരാശ ആരാ ഇവിടെ താങ്ങിയത്? പ്രകൃതി. ഇത് മൂന്നും കൂടി ഇതുവരെ അങ്ങോട്ട് കൊടുത്ത ഒക്കട് മടക്കി കിട്ടി. കനത്ത ചില അപകടങ്ങൾ പലർക്കും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും കൂടിയവർക്കുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ട്. പെട്ടെന്ന് പേര് പറയാതിരിക്കാൻ കാരണം അവരെ കുറിച്ചാ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കും.
കേൾക്കുന്നില്ല. അതല്ല, പൊതുകാര്യം പറയുക. ഈ കോപം മുഴുവൻ തിരിച്ചടിയിൽ വന്നു. ആരോടാ കോപിക്കുക? വാഹനമാകെ ഇടിച്ചു തകർന്നു. ആ വാഹനത്തിൽ നിന്ന് തോണ്ടിയ ആളുടെ നേരെ ശോഭിച്ചാണ്. ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല. ആരോ വാഹനത്തിൽ ബ്ലേഡോടൊന്ന് കോറി. പ്രിയപ്പെട്ട വാഹനാണ്, വലിയ വില കൊടുത്തു വാങ്ങിയതാ. അതിന് വർക്ക്ഷോപ്പ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം പെയിന്റ് അടിച്ചാൽ ശരിയാവില്ലാതോ, ആകെ പെയിന്റ് അടിക്കണം. ഈ ക്ഷോഭം മുഴുവനും നമുക്കിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് ദുഃഖവും നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഞാൻ ദുഃഖിച്ചുകൊണ്ടിരുന്നു. ദുഃഖിച്ചിരിക്കാനല്ലോ ജന്മം കിട്ടി. നമ്മുടെ ശരീരത്തിലത്തെ ഓരോരോ അവയവവും പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ധന്യമേ ജീവിതം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശരീരത്തിലെ ഓരോ കോശവും എനിക്ക് അനുകൂലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതെ, എന്നിട്ട് ഞാൻ ദുഃഖിക്കുക. അവരോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ ചെയ്യുന്നത്. രണ്ട്, നിരാശ. ആകെ നിരാശ വന്നു. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛൻ മകനോട് പറയില്ലേ, നിന്നെ വളർത്തി എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, നീ ഇങ്ങനെ നിരാശനാവാനാണോ ഞാൻ വളർത്തിയത്? അമ്മ ചോദിക്കില്ലേ, മോനെ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയല്ലോ, നീ ശപിക്കുന്നുണ്ടല്ലോ, ഞാനല്ലേ നിന്നെ വളർത്തിയത്, ഇങ്ങനെ നിരാശനാവാനാണോ? ദുഃഖം, കോപം, നിരാശ തുടങ്ങിയത് അങ്ങോട്ട് കൊടുത്തത് പലിശ സഹിതം ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ പേരാണ് അപകടങ്ങൾ എന്ന് ഒരു ചിന്തകൻ പറയും. ചിന്തകന്മാര് പലതും ചിന്തിക്കും, പലതും പറയും. നമുക്കതൊന്ന് ഗണിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയം ഒന്ന് ചിന്തിക്കുമെന്ന് മാത്രം. ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.